നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് 2025-26 വർഷത്തിലെ ബഡ്ജറ്റ് അവതരണത്തിൻ്റെ തത്സമയത്തിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ആർദ്രമായി സ്വാഗതം. ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് JV ബിന്ദു അവർ, ഗ്രാമപഞ്ചായത്തിന്റെ മുൻ വൈസ് പ്രസിഡന്റ് M ബാബുരാജ് അവർ, ഗ്രാമപഞ്ചായത്തിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ഷംന നിസാം, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ റീജ ഷെഫീഖ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ വിഷ്ണുരാജ്, വാർഡ് മെമ്പർമാരായ സിന്ധു അവർ, നസീം അമ്പലത്തിൽ, സുനില്, അഡ്വക്കേറ്റ് ഉഷ ബോസ്, ജയലേഖ, ബ്ലോക്ക് മെമ്പറായ NS സലീന അവർ, ഏറെ ബഹുമാന്യരായിട്ടുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിച്ചെത്തിയിട്ടുള്ള പ്രിയപ്പെട്ടവർ, അതുപോലെ ആസൂത്രണ സമിതിയുടെ ചെയർമാൻ മുസഫാവ്, ബഹുമാന്യരായിട്ടുള്ള ഇംപ്ലിമെന്റിംഗ് ഉദ്യോഗസ്ഥർ, ബഹുമാന്യരായിട്ടുള്ള സെക്രട്ടറി, അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മീഡിയ പ്രവർത്തകർ, പ്രിയപ്പെട്ടവരെ. ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 സാമ്പത്തിക വർഷത്തിലെ ബജറ്റ് അവതരണമാണ് ഇന്നിവിടെ നടക്കുന്നത്. നമുക്കറിയാം, 24-25 സാമ്പത്തിക വർഷത്തിൽ ഏറ്റെടുത്ത പ്രവർത്തനങ്ങളെല്ലാം തന്നെ വളരെ വിജയകരമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുബന്ധമായി തന്നെയാണ് ഈ വർഷത്തെ ഈ ഭരണസമിതിയുടെ ഏറ്റവും അവസാനത്തെ ബഡ്ജറ്റ് 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റ് ബഹുമാനീയനായിട്ടുള്ള വൈസ് പ്രസിഡന്റ് കുറച്ച് സമയത്തിനകം ഇവിടെ അവതരിപ്പിക്കുന്നത്. നമ്മുടെ പഞ്ചായത്തിന് കിട്ടുന്ന വളരെ കുറച്ച് തുകകളാണ് പല മേഖലയുമായി ബന്ധപ്പെട്ട് കിട്ടുന്നത്. എന്നാലും ആ തുകയ്ക്കകത്ത് നിർത്തിക്കൊണ്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന രീതിയിലുള്ള പദ്ധതികളാണ് ഗ്രാമപഞ്ചായത്ത് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള പണം ഉപയോഗിച്ച് നമ്മുടെ എല്ലാ വാർഡുകളിലും വികസന പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ത്രിതല പഞ്ചായത്ത് ഭരണസമിതിയുടെ ഒട്ടനവധി ഫണ്ടുകൾ ഉപയോഗിച്ച് നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ, കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ടായാലും റോഡുകളുമായി ബന്ധപ്പെട്ടായാലും ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നതിന് വേണ്ടി ഈ ഭരണസമിതി ശ്രമിച്ചിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങളെല്ലാം തന്നെ വളരെ വിജയകരമായി നടപ്പിലാക്കിയിട്ടുണ്ട്. നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിച്ചുകൊണ്ടിരുന്ന ഒരു പ്രശ്നമാണ് കുടിവെള്ളവുമായി ബന്ധപ്പെട്ട്. ആ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ത്രിതല പഞ്ചായത്തിനെ സംയോജിപ്പിച്ചുകൊണ്ട് ബ്ലോക്കായാലും ജില്ലയായാലും കോടിക്കണക്കിന് രൂപയാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ചെലവഴിച്ചിട്ടുള്ളത്. നമ്മുടെ ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ച് നമ്മുടെ ഗ്രാമപഞ്ചായത്തുമായി ചേർന്നുകൊണ്ട് കോടിക്കണക്കിന് രൂപ നമ്മുടെ കല്ലൂർ കോളനിയിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയും, അതുപോലെ തന്നെ നമ്മുടെ വലിയപാറ ചരിവ് കോളനിയിലെയും, അതുപോലെ തെരുവിൻഭാഗം വാർഡിലടക്കം ഒരു 10ഓളം വാർഡുകളിൽ പ്രയോജനപ്പെടുന്ന ചെക്ക് ഡാം അടക്കമുള്ള പദ്ധതികൾക്ക് കോടിക്കണക്കിന് രൂപയാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് വഴി ജില്ലാ പഞ്ചായത്ത് വികസന പ്രവർത്തനത്തിന് വേണ്ടി തന്നിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഈ കുടിവെള്ള മേഖലയ്ക്ക് വേണ്ടിയും, അതുപോലെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ സാധാരണ ജനങ്ങൾ ഉപയോഗിക്കുന്ന ഗ്രാമപ്രദേശത്ത് റോഡുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയും ഒട്ടനവധി ഫണ്ടാണ് നമ്മുടെ പഞ്ചായത്തിൽ തന്നിട്ടുള്ളത്. അതുപോലെ MLA ആയാലും അങ്ങനെ ഈ എല്ലാ ഭരണസമിതിയെയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഈ കഴിഞ്ഞ 4 വർഷങ്ങളിലും ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ ഓഫീസ് കെട്ടിടമടക്കം 4 വർഷക്കാലമായി നമ്മുടെ ഓഫീസിന്റെ കെട്ടിടമടക്കം നമ്മൾ പൊളിച്ചിട്ടിരിക്കുകയാണ്. എന്നാൽ ഇപ്പോ അതെല്ലാം നമുക്ക് അവസാനിപ്പിച്ച് ഒരു പുതിയ കെട്ടിടത്തിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി നമ്മുടെ ബിൽഡിംഗ് അടക്കം ടെൻഡർ ഘട്ടം എല്ലാം കഴിഞ്ഞു. ഇന്ന് അതിന്റെ എഗ്രിമെന്റ് വെക്കുകയാണ്. അപ്പം താമസിക്കാതെ തന്നെ നമുക്കതിന്റെ ശിലാസ്ഥാപനം നടത്തിക്കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അതിന്റെ പണിയിലേക്ക് കടക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കും. നമ്മുടെ പദ്ധതി വിഹിതത്തിൽ നിന്ന് 1,10,00,000 രൂപയാണ് നമ്മുടെ ബിൽഡിംഗിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടി നമ്മൾ മാറ്റിവെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ക്ഷേമ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ പഞ്ചായത്തിൽ ഏകദേശം 4000-ലധികം ക്ഷേമ പെൻഷനുകളാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് വഴി സാധാരണപ്പെട്ട ജനങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഈ നവംബർ മാസം വരെയുള്ള പെൻഷനുകളെല്ലാം തന്നെ കുടിശ്ശികയില്ലാതെ കൊടുത്തു തീർത്തിട്ടുമുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നാളിതുവരെ ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് ഇപ്പൊ തന്നെ ഏകദേശം 100-ലധികം വീടുകളാണ് നമ്മുടെ ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് കൊടുത്തു
എന്തായാലും ഈ ഭരണസമിതി അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ലൈഫ് ലിസ്റ്റിൽ എടുത്ത പകുതിയിലധികം വീടുകളും നമുക്ക് കൊടുത്തു തീർക്കാൻ സാധിക്കും. അതിനുവേണ്ടി കൂടിയുള്ള പൈസ നമ്മൾ ഇപ്പോഴത്തെ ബഡ്ജറ്റിലും വളരെ വലിയൊരു തുക ഈ ലൈഫ് മിഷന് വേണ്ടി നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ട്. അതുപോലെ എല്ലാ മേഖലയ്ക്കും ഏറെ കൂടുതലും നമ്മുടെ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ പ്രദേശങ്ങളിലുള്ളത് കാർഷിക മേഖലയിൽ പണിയെടുക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവരെ ഉന്നയിച്ചുകൊണ്ട് തന്നെ ക്ഷീരമേഖലയായാലും കാർഷിക മേഖലയിലായാലും വളരെ വലിയ തുകയാണ് ആ മേഖലയ്ക്ക് വേണ്ടി ഗ്രാമപഞ്ചായത്ത് മാറ്റിവെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഭരണസമിതിയുടെ സമയത്താണ് നമ്മൾ ഒട്ടനവധി സ്ഥാപനങ്ങൾക്ക് നമ്മുടെ KCB, അതുപോലെ ബഡ് സ്കൂള്, അങ്ങനെയുള്ള നമ്മുടെ മൃഗാശുപത്രി എന്നിവയ്ക്കെല്ലാം നമ്മൾ ഗ്രാമപഞ്ചായത്ത് നേരത്തെ ഏറ്റെടുത്തിട്ടുള്ള ഭൂമിയിൽ നിന്നും സ്ഥലം വിട്ടുകൊടുക്കുന്നതിന് വേണ്ടി ഭരണസമിതി തീരുമാനിച്ചിട്ടുണ്ട്. അതെല്ലാം തന്നെ ഒരുപക്ഷെ ഈ ഭരണസമിതിയുടെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് ആ ബിൽഡിങ്ങുകൾക്കടക്കം തുടക്കം കുറിക്കുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്തിന് സാധിക്കും. അതുപോലെ തന്നെ ഈ ഭരണസമിതി വന്നതിന് ശേഷമാണ് നമ്മുടെ സിവിൽ സ്റ്റേഷൻ അടക്കമുള്ള പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോയത്. വളരെ താമസിക്കാതെ എനിക്ക് തോന്നുന്നു നമ്മുടെ ആ സെഷനുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഈ മാസം തന്നെ അതിന്റെ ടെൻഡർ ഘട്ടത്തിലേക്ക് പോകുന്നതിന് നമുക്ക് സാധിക്കും. അപ്പൊ വളരെ താമസിക്കാതെ അതിന്റെ പണിയും തുടങ്ങുന്നതിന് വേണ്ടി സാധിക്കും. അങ്ങനെ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾക്കാണ് ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് തുടക്കം കുറിച്ചിട്ടുള്ളത്. അതെല്ലാം തന്നെ ഞങ്ങളുടെ ഈ 8 മാസ കാലയളവ് കൊണ്ട് ഒരു പരിധിവരെ അതിന്റെ പണിയെല്ലാം നടത്തുന്നതിന് വേണ്ടി സാധിക്കും. ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഗ്രാമപഞ്ചായത്തിന് ആവശ്യമാണ് ഈ കാര്യത്തിൽ. അപ്പൊ ഞാൻ ഒട്ടനവധി കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. എല്ലാവരും ഈ ബജറ്റ് കമ്മിറ്റിയിൽ പങ്കെടുത്ത എല്ലാവരെയും ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ പേരിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഇവിടെ ബജറ്റ് അവതരണം നടത്തുന്നതിന് വേണ്ടി ബഹുമാന്യനായിട്ടുള്ള ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് A. രാജു അവരുടെ വളരെ സ്നേഹപൂർവ്വം ഇതിലേക്ക് ക്ഷണിക്കുന്നു. രണ്ടായിരത്തി 2025-26 വർഷത്തിലെ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ ബഡ്ജറ്റിൻ്റെ പ്രകാശനമാണ് ഇപ്പോൾ തത്സമയം നടക്കുന്നത്. Incoming call from Parakash Gupta identified by Truecaller. ഹലോ, ഞാനൊരു മീറ്റിങ്ങിലാണ്, ഒരു ബഡ്ജറ്റ് അവതരണത്തിൽ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ അവിടെ ലൈവ് ചെയ്യാം. കുറച്ച് കഴിയും. നമ്മുടെ ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് 25-26 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് കമ്മിറ്റി പങ്കെടുക്കുന്ന മുഴുവൻ പേര് സ്വാഗതം ചെയ്യുന്നു. ഒരു പൊതുവികസനവുമായി ബന്ധപ്പെട്ട ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ പൊതുവികസനവുമായി ബന്ധപ്പെട്ട അത്യാവശ്യം വിവരമെല്ലാം തന്നെ ബഹുമാനിയായിട്ടുള്ള അധ്യക്ഷ ഇവിടെ ഉപയോഗിക്കുന്നു. അപ്പോൾ അത് കൂടുതൽ അധികരിച്ച് പറഞ്ഞുകൊണ്ട് സമയം എടുക്കുന്നില്ല. എന്നിരുന്നാലും നമ്മുടെ ഈ ബഡ്ജറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമെത്തുന്നത് ഈ ഭരണസമിതിയുടെ അവസാന ബഡ്ജറ്റാണ്. അപ്പോൾ സ്വാഭാവികമായും വരും വർഷങ്ങളിൽ നമ്മുടെ പഞ്ചായത്തിൻ്റെ നമ്മുടെ 15 വാർഡുകൾ എല്ലാ മേഖലയിലും നടപ്പിലായിക്കൊണ്ടിരിക്കുന്ന വികസന പരിപാടികൾ അത് പൊതുസമൂഹത്തിനാകെ ഏറ്റവും കൂടുതൽ ഗുണകരമായി എന്ന് മനസ്സിലാക്കുകയും വിലയിരുത്തുകയും ചെയ്യേണ്ടത് വർഷമാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം പിന്തുടർച്ച എന്നോണം 25-26 സാമ്പത്തിക വർഷത്തെ വികസന കാഴ്ചപ്പാട് ബഡ്ജറ്റിലൂടെ നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കുന്നു. ഏറ്റവും പ്രധാനമായി പാർപ്പിട മേഖലയാണ് നാം ഇന്ന് ഏറ്റവും അഭിമുഖീകരിക്കുന്ന പ്രശ്നം. കഴിഞ്ഞ 2020 ഏകദേശം 120ഓളം ലൈഫ് ഭവനത്തിൽ പ്രധാനമന്ത്രി നൽകാൻ ഗ്രാമപഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷം PMAയുടെ അടിസ്ഥാനത്തിൽ 50 വീടുകളും പൂർത്തീകരിക്കുവാനും ഗ്രാമപഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. പാർപ്പിടത്തിന് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്ന ഒരു ബഡ്ജറ്റായി ഇതിനെ കണക്കാക്കുന്നു.
അതോടൊപ്പം തന്നെ നമ്മുടെ ആരോഗ്യ മേഖലയിൽ കുടിവെള്ളം ഇതിന്റെ അനുബന്ധ ഘടകങ്ങളായി പ്രവർത്തിക്കുന്ന ഒരു ബഡ്ജറ്റായി ഇതിനെ കണക്കാക്കാവുന്നതാണ്. 24-25 സാമ്പത്തിക വർഷത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന അതിന്റെ ഘട്ടത്തിലേക്ക് പൂർണ്ണ ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇന്ന് ഉള്ളത്. അപ്പോൾ നിലവിലുള്ള ബഡ്ജറ്റിന്റെ വരുന്ന മാറ്റത്തിനനുസൃതമായി ബഡ്ജറ്റ് പരിഷ്കരണത്തിന് കൂടി വിധേയമാക്കേണ്ടതുണ്ട്. വാർഷിക പദ്ധതിയിൽ സർക്കാർ ബഡ്ജറ്റ് പ്രകാരമുള്ള വരവ് എന്ന് പറയുന്നത് പ്രധാനമായും സംസ്ഥാന സർക്കാരിന്റെ ബഡ്ജറ്റിലുള്ള പ്ലാൻ ഫണ്ട്, മെയിൻ ഫണ്ട്, തനത് ഫണ്ട്, കേന്ദ്രാവിഷ്കൃതമായിട്ടുള്ള ഫണ്ടുകൾ, ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് വിഹിതം, ലൈഫ് മിഷൻ സംസ്ഥാന വിഹിതം, ലൈഫ് മിഷന്റെ ലോൺ വിഹിതം, ഗുണഭോക്തൃ വിഹിതം എന്നിവ ചേർന്നതാണ് ബഡ്ജറ്റിന്റെ വരവായി കണക്കാക്കുന്നത്. അതോടൊപ്പം തന്നെ അതിന്റെ ചിലവിനത്തിൽ കാണിച്ചിരിക്കുന്നത് ജീവനക്കാരുടെ ശമ്പളം, മറ്റ് അലവൻസുകൾ, ജനപ്രതിനിധികളുടെ ഓണറേറിയം, മറ്റ് അലവൻസുകൾ, ഭരണപരമായ ചിലവുകൾ എന്നിവയാണ് ചിലവിനത്തിലും ബഡ്ജറ്റിൽ കണക്കാക്കപ്പെട്ടുള്ളത്. മുൻ ബാക്കി, അതായത് 2024-25 ബഡ്ജറ്റ് അവതരിപ്പിച്ച ശേഷമുള്ള മുൻ ബാക്കി എന്ന് പറയുന്നത് 28,63,566 രൂപയാണ് നിലവിലുള്ള ബാക്കി നിൽപ്പ്. നികുതി വരുമാനം 1,12,80,000 രൂപയാണ്. നികുതിയേതര വരുമാനം 45,67,000 രൂപയാണ്. ആകെ തനത് ഫണ്ട് 1,85,47,000 രൂപയാണ്. ജനറൽ പർപ്പസ് ഫണ്ട് 1,57,00,000. GPF ഉൾപ്പെടെയുള്ള ആകെ തനത് വരുമാനം 3,15,47,000 രൂപയാണ്. നമുക്കിനി വരവുകളെല്ലാം തന്നെ പൊതുവായിട്ടുള്ളതാണ് പരാമർശിച്ചിട്ടുള്ളത്. ഇത് മേഖല അടിസ്ഥാനത്തിൽ, നമ്മുടെ മേഖലാടിസ്ഥാനത്തിൽ ഇതിന്റെ വിവരണങ്ങളിലേക്ക് പോകുമ്പോൾ കൃഷിയും അനുബന്ധ മേഖലയിലേക്കാണ് നമ്മൾ പോകുന്നത്. ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് പൊതുവിലൊരു കാർഷിക മേഖലയാണ്. ഇവിടുത്തെ ജനങ്ങൾ ജീവനോപാധിക്കായി കൃഷിയാണ് ആശ്രയിച്ച് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാർഷിക മേഖലയ്ക്കും അനുബന്ധ പ്രവർത്തനങ്ങൾക്കും മുന്തിയ ഒരു പരിഗണനയാണ് ഈ ബഡ്ജറ്റിൽ നൽകിയിട്ടുള്ളത്. 2025-26 ബഡ്ജറ്റിലും കാർഷിക മേഖലയ്ക്ക് അതീവ പ്രാധാന്യത്തോടു കൂടിയാണ് പൈസ അല്ലെങ്കിൽ തുകകൾ മാറ്റിവെച്ചിട്ടുള്ളത്. അതായത് നെൽകൃഷി വികസനം നമ്മുടെ നാട്ടിൽ നിന്ന് അന്യം നിന്ന് പോയിരിക്കുകയാണ്. അപ്പോൾ ആ നെൽകൃഷി വികസനത്തിന് വേണ്ടി 4,80,000 രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. പച്ചക്കറി കൃഷിയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി 7,75,000 രൂപയും, ഇടവിള കൃഷിക്ക് 1,50,000 രൂപയും, കുരുമുളക് കൃഷിക്ക് 1,50,000 രൂപയും, കൃഷി സംരക്ഷണം കണക്കിലെടുത്തുകൊണ്ട് നമ്മുടെ മേഖലയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതാണ് കൃഷി നടത്തിയാൽ ഇപ്പോൾ തന്നെ അവ സംരക്ഷിച്ചു പോകുന്നതിന് നമുക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. അപ്പോൾ സോളാർ അടക്കമുള്ള നെറ്റുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി 5 ലക്ഷം രൂപ ഈ ബഡ്ജറ്റിൽ നീക്കിവച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമം ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് കാർഷിക മേഖലയോടൊപ്പം തന്നെ വിവിധങ്ങളായിട്ടുള്ള കാർഷിക തൊഴിലുകൾ, കാർഷിക അനുബന്ധ തൊഴിലുകൾ ചെയ്ത് ജീവിക്കുന്നതാണ്. പ്രധാനമായും പശു വളർത്തലടക്കമുള്ള പദ്ധതികൾ. അപ്പോൾ ക്ഷീരഗ്രാമം പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി പദ്ധതികൾക്ക് പൈസ തുക മാറ്റിവെക്കുകയും പാലിന്റെ സബ്സിഡി ഇനത്തിൽ 12 ലക്ഷം രൂപ, 12,80,000 രൂപയും, കാലിത്തീറ്റ വിതരണത്തിന് 18 ലക്ഷം രൂപയും, കറവ പശു വാങ്ങുന്നതിന് 18,90,000 രൂപയും നീക്കിവച്ചിട്ടുണ്ട്. പോത്തുകുട്ടി വിതരണത്തിനായി 9,50,000 രൂപയും, ക്ഷീരവികസനം ലക്ഷ്യമാക്കി യന്ത്രങ്ങളും ഉപകരണങ്ങളും വാങ്ങുന്നതിന് 5 ലക്ഷം രൂപയും, കന്നുകാലി ഇൻഷുറൻസ് ഉൾപ്പെടെ മൃഗസംരക്ഷണത്തിന് മറ്റ് അനുബന്ധ സൗകര്യങ്ങൾക്കായി 3,50,000 രൂപയും വകയിരുത്തിയിട്ടുണ്ട്. സ്ത്രീകളുടെ സാമ്പത്തിക നിലനിൽപ്പ് കൂടി കണക്കെടുത്ത്
വരുമാന മാർഗം ലക്ഷ്യം വെച്ച് വിധവകൾക്ക് മുട്ടക്കോഴി വിതരണത്തിനായി 7,92,330 രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ഉൽപാദന മേഖല ശക്തിപ്പെടുത്തുന്നതിനായി ചെറുകിട വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് 12,60,000 രൂപ വകയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത സാമൂഹ്യ സുരക്ഷിതത്വവും ക്ഷേമവും നേരത്തെ പ്രസിഡന്റ് സൂചിപ്പിച്ചു കഴിഞ്ഞു. നമ്മുടെ പഞ്ചായത്തിലാകെ ക്ഷേമ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പെൻഷനാണ് നമ്മൾ പരിശോധിക്കപ്പെടേണ്ടത്. നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ അടക്കമുള്ള ക്ഷേമ പെൻഷനുകൾ നമ്മുടെ പഞ്ചായത്തിൽ 4,508 ക്ഷേമ പെൻഷനുകളാണ് നിലവിൽ ഉള്ളത്. അപ്പോൾ ആ നിലവിലുള്ള പെൻഷൻ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ സർക്കാരിന്റെ സംയോജിതമായ ഇടപെടൽ മൂലം 2 മാസത്തെ പെൻഷൻ മാത്രമാണ് കുടിശ്ശികയായി അവശേഷിക്കുന്നത്. അതായത് ജനുവരിയിലെയും ഫെബ്രുവരിയിലെയും പെൻഷൻ. ചടയമംഗലം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ട അവസ്ഥയിൽ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് 60 വയസ്സ് പൂർത്തിയായിട്ടുള്ളവരടക്കം വിധവരടക്കം പെൻഷൻ കൊടുക്കുന്നതിന് ഒരു പ്രയാസവും ഒരു കാലതാമസവും നേരിടാത്ത ഒരവസ്ഥയാണ്. അപേക്ഷ കൊടുത്ത് ഒരു കമ്മിറ്റി കൂടിയത് അപ്പോൾ തന്നെ അർഹരായിട്ടുള്ള മുഴുവൻ പേർക്കും പെൻഷൻ കൊടുക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അപ്പോൾ 4,508 പെൻഷനാണ് ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൽ നിലവിലായി വിവിധ ക്ഷേമ പെൻഷനുകളായി വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. വാർദ്ധക്യകാല പെൻഷനടക്കം വിധവ പെൻഷനടക്കം ഡിസബിലിറ്റി പെൻഷനടക്കമുള്ളവരാണ് കണക്കാണ് ഇത്. അപ്പോൾ സാമൂഹ്യ സുരക്ഷാ ക്ഷേമമാണ് അടുത്ത മേഖല എന്ന് പറയുന്നത്. സമൂഹത്തിലെ താഴെത്തട്ടിൽ വസിക്കുന്നവരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്നവരുടെയും ശാരീരികമായും മാനസികമായ വെല്ലുവിളികൾ നേരിടുന്നവരുടെയും അഗതികളുടെയും വൃദ്ധരുടെയും സംരക്ഷണം പഞ്ചായത്തിന്റെ ഉത്തരവാദിത്തമാണ്. ഈ ഉത്തരവാദിത്തം നിറവേറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടി ബഡ്ജറ്റിൽ പര്യാപ്തമായ തുക വകയിരുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ അംഗൻവാടികളിൽ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിഷയം എന്നുള്ളതിൽ അംഗൻവാടികളിൽ നമ്മുടെ പഞ്ചായത്തിലുള്ള മുഴുവൻ അംഗൻവാടികൾക്കും 2 അംഗൻവാടികൾ ഒഴിച്ച് ബാക്കി എല്ലാ അംഗൻവാടികൾക്കും സ്വന്തമായി ഏറ്റവും നല്ല മികച്ച രീതിയിലുള്ള കെട്ടിടങ്ങൾ നിലവിലുണ്ട്. സ്വന്തമായി വസ്തുവുള്ള എല്ലാ അംഗൻവാടികൾക്കും കെട്ടിടം നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് നമ്മുടെ മുൻ വർഷങ്ങളിൽ ഗ്രാമപഞ്ചായത്ത് വകയിരുത്തുകയും വളരെ അംഗൻവാടികളെല്ലാം തന്നെ വളരെ മനോഹരമായി സ്മാർട്ട് അംഗൻവാടി വരെ എത്തി നിൽക്കുന്ന സ്ഥലത്തിലേക്ക് നമ്മൾ പോയിട്ടുണ്ട്. അതിൽ ഏറ്റവും കഴിഞ്ഞ വർഷം നടന്നിട്ടുള്ള അംഗൻവാടി കം ക്രഷ് എന്ന് പറഞ്ഞ പരിപാടി, നൂതനമായ ഒരു പരിപാടി ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് വളരെ അഭിമാനപൂർവ്വം ഏറ്റെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രസക്തി എന്ന് പറയുമ്പോൾ നമ്മുടെ 7 മണി മുതൽ വൈകിട്ട് 7 മണി വരെ 6 മാസം പ്രായമുള്ള കുട്ടികൾക്ക് വരെ ആ അംഗൻവാടിയിൽ സേവനം, അംഗൻവാടി അമ്മമാർക്ക് ഏതെങ്കിലും മേഖലയിൽ തൊഴിൽ പോകുന്നതിന് വളരെ സ്വന്തം അമ്മയെ പോലെ സംരക്ഷണം കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് കുട്ടിയെ പാർപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനം നമ്മുടെ ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് ഈ വർഷം പദ്ധതിയിൽ ഏറ്റെടുത്തു കഴിഞ്ഞു. വരും വർഷങ്ങളിലും ഇത്തരത്തിലുള്ള അംഗൻവാടി കം ക്രഷ് പദ്ധതികൾ നമ്മുടെ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ മുഴുവൻ അംഗൻവാടികളിലും അത് നടപ്പിലാക്കാൻ ആവശ്യമായിട്ടുള്ള പദ്ധതികൾ നമ്മൾ ആലോചിക്കുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ വൃദ്ധക്ഷേമത്തിനായി 10 ലക്ഷം രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. പകൽ വീട് പരിപാലനം, വയോജന ദിനാഘോഷം മുതൽ വിവിധ പ്രോജക്റ്റുകൾ പഞ്ചായത്ത് ഏറ്റെടുത്തിട്ടുണ്ട്. ശാരീരികവും മാനസികവുമായ വെല്ലുവിളികൾ നേരിടുന്നതിനായി 28,25,000 രൂപ വകയിരുത്തിയിട്ടുണ്ട്. അഗതി ക്ഷേമത്തിനായി 5,80,000 രൂപ വകയിരുത്തിയിട്ടുണ്ട്. അംഗൻവാടി പോഷകാഹാരത്തിനായി 46 ലക്ഷം രൂപയും അംഗൻവാടി പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കങ്ങൾക്കായി 21 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. അംഗൻവാടി അനുബന്ധ കാര്യങ്ങൾക്കായി 5 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ഭവന നിർമ്മാണം ബഹുമാനപ്പെട്ട സർക്കാരിന്റെ അഭിമാന പദ്ധതിയാണ് ലൈഫ് മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ലൈഫ് മിഷൻ പദ്ധതിക്ക് പരമാവധി തുക ഉൾപ്പെടെ 3,54,70,777 രൂപയാണ് ബഡ്ജറ്റിൽ ഭവന നിർമ്മാണത്തിനായി വകകൊള്ളിച്ചിട്ടുള്ളത്. കൂടാതെ വീടുകളുടെ അറ്റകുറ്റപ്പണിക്കായി 17 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. സ്വന്തമായി വീട് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. പാർപ്പിടത്തിന് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്ന ഒരു ബഡ്ജറ്റാണ് 2025-26 പട്ടികജാതി വികസനം. സമൂഹത്തിന്റെ ഏറ്റവും അടുത്തിട്ടുള്ള ഈ വിഭാഗത്തെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് ആവശ്യമായിട്ടുള്ള പദ്ധതികൾ അടക്കം ഈ ബഡ്ജറ്റിൽ വിഭാവനം ചെയ്യുന്നുണ്ട്. പട്ടികജാതി പഠിക്കുന്ന കുട്ടികൾക്ക് ലാപ്ടോപ്പ് അടക്കം, പട്ടികജാതി കുട്ടികൾക്ക് സ്കോളർഷിപ്പ് അടക്കം, പട്ടികജാതി കോളേജുകളിലേക്ക് സങ്കേതങ്ങളിലേക്ക് പോകുന്നതിനുള്ള റോഡടക്കമുള്ള തുക ഈ ബഡ്ജറ്റിൽ വകകൊള്ളിച്ചിട്ടുണ്ട്.
അപ്പോ ലൈഫ് ആ പട്ടികജാതി മേഖലയോടൊപ്പം തന്നെ കണക്റ്റഡ് ആയിട്ടുള്ള ലൈഫ് പദ്ധതിക്ക് 16 ലക്ഷം രൂപ ബഡ്ജറ്റിൽ വക വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക്, പട്ടികജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് സ്വയം പര്യാപ്തിയിലേക്ക് എത്തുന്ന വേണ്ടി പച്ചക്കറി കൃഷി, അതോടൊപ്പം തന്നെ മുട്ടക്കോഴി വളർത്തൽ, ഇവയെല്ലാം ബഡ്ജറ്റിൽ വിഭാവന ചെയ്ത് ആവശ്യമായ ഫണ്ടുകൾ വിതരണം നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ SC വിധവകളായിട്ടുള്ള ആളുകൾക്ക് പൊത്തുകുട്ടി വിതരണം ഈ ബഡ്ജറ്റിൽ ആവശ്യമായിട്ടുള്ള തുക ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത സ്ത്രീകളുടെയും കുട്ടികളുടെയും വികസനം, സ്ത്രീ സമത്വവും സ്ത്രീ സുരക്ഷയും സ്ത്രീകൾക്ക് സാമ്പത്തികവും സ്വാതന്ത്ര്യവും ഉറപ്പാക്കണമെന്ന് കണക്കിലെടുത്താണ് ബജറ്റിലെ വനിതാ ക്ഷേമത്തിനായി 13,50,000 രൂപ നീക്കിവച്ചിട്ടുണ്ട്. കൂടാതെ കാർഷിക മേഖലയിൽ വിവിധ പദ്ധതികൾ സ്ത്രീകളുടെ മുൻതൂക്കം ഉറപ്പാക്കിയിട്ടുണ്ട്. വനിതാ ശിശു ക്ഷേമത്തിനായി 5 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. സൂചിത പരീക്ഷ പദ്ധതി ജാഗ്രതാ സമിതി പ്രവർത്തനങ്ങളും ഇതിൽ ഉൾപ്പെടുന്നതാണ്. കുടിവെള്ളം, ശുചിത്വം, മാലിന്യ സംസ്കരണം പഞ്ചായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതി മേഖലയാണ് കുടിവെള്ളവും ശുചിത്വവും മാലിന്യ സംസ്കരണവും. നേരത്തെ പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വീടുകൾക്കും കുടിവെള്ളം എത്തിക്കുക എന്നുള്ളത് പഞ്ചായത്തിന്റെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതിയായി കണക്കാക്കും. അതിന്റെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരം ഭാഗത്തുള്ള മുളയം പമ്പ് ഹൗസ് ഉൾപ്പെടെ 1.5 കോടി രൂപ മുടക്കി അതിന്റെ തടയണ നിർമ്മാണം ഉൾപ്പെടെ അവിടെ അത്യാധുനിക സംവിധാനങ്ങൾ കൂടിയ മോട്ടോറുകൾ സ്ഥാപിച്ച് യഥേസമയം വെള്ളം എടുത്ത് പഞ്ചായത്തിലെ 10ഓളം വാർഡുകളിൽ കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതി അതിന്റെ പൂർണ്ണ തോതിൽ വിജയിച്ചിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും അഭിമാനകരമാണ്. അതിനോടനുബന്ധിച്ച് തന്നെ നമ്മുടെ വലിയപാറ ചെരുവ് സങ്കേതത്തിൽ ജില്ലാ പഞ്ചായത്തിനടക്കം 70 ലക്ഷം രൂപ മുടക്കിയുള്ള കുടിവെള്ള പദ്ധതി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഉദ്ഘാടന ഘട്ടത്തിലേക്ക് നീക്കിക്കൊണ്ടിരിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ അടക്കമുള്ള 2 പദ്ധതികൾ നമ്മുടെ പഞ്ചായത്ത് മേഖലയിൽ, ഒന്ന് വാലുകുന്നിലും ഒന്ന് കല്ലുമലയിലും അടക്കം പണി പൂർത്തിയായി ഉദ്ഘാടനം ചെയ്ത് ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുക എന്നുള്ള ഒരു സംരംഭം നമ്മുടെ ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് അതിന്റെ പദ്ധതി വികസനത്തിൽ ആവശ്യമായ തുക ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനം ഉൾപ്പെടെയുള്ള പ്രതിഭാസങ്ങളിലും വരും വർഷങ്ങളിൽ കുടിവെള്ള ക്ഷാമം രൂക്ഷമാകുന്നുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് കുടിവെള്ള പദ്ധതികൾക്ക് പര്യാപ്തമായ തുക വകയിരുത്തുന്നതിന് ബഡ്ജറ്റ് വിഭാവനം ചെയ്യുന്നു. വേനൽക്കാല കുടിവെള്ള വിതരണത്തിനായി 9,50,000 രൂപയും വെട്ടിയർത്താമുകൾ കുടിവെള്ള പദ്ധതിക്കായി 20,80,500 രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ശുചിത്വ പഞ്ചായത്തുകളുടെ അനിവാര്യ ചുമതല ഉൾപ്പെടുന്ന ശുചിത്വത്തിനായി 47,25,000 രൂപയും പൊതു ശുചിത്വത്തിനായി 20,21,866 രൂപയും വകയിരുത്തിയിട്ടുണ്ട്. മാലിന്യ സംസ്കരണം, ഹരിതകർമ്മ സേന പ്രവർത്തനങ്ങളുടെ ഘടക സ്ഥാപനങ്ങളിലേക്ക് ഓർഗാനിക് കമ്പോസ്റ്റ് ബിന്നുകൾ, വ്യക്തിഗത ബയോബിൻ പ്ലാന്റ്, പഞ്ചായത്തിലെ ഓഫീസിലേക്കും ഘടക സ്ഥാപനങ്ങളിലേക്കും ഇൻസിനറേറ്റർ, സോപ്പ് മിൽ നിർമ്മാണം എന്നിവയെ പ്രധാനപ്പെട്ട ശുചിത്വ പ്രോജക്റ്റുകളാണ്. ചടയമംഗലം ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ശുചിത്വ മേഖലയിൽ ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു പദ്ധതിയായി ഹരിതകർമ്മ സേനകൾ മാറിയിരിക്കുന്നു. അതിനടക്കം MCM ചടയമംഗലത്തിന്റെ ഏറ്റവും സ്വപ്ന പദ്ധതിയായിരുന്നു ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടി ഒരു MCM സ്ഥാപിക്കുക എന്നുള്ളത്. എന്നാൽ ഇപ്പോൾ ഒരു പൊതു ഇടം കണ്ടെത്തിക്കൊണ്ട് അവിടെ 40 ലക്ഷം രൂപ മുടക്കി അവിടെ MCM സ്ഥാപിക്കുന്നതിന് ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് ശുചിത്വ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലായി കണക്കാക്കേണ്ടതാണ്. അടുത്ത പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും ജനങ്ങളുടെ ശാരീരിക മാനസിക ഉന്നമനത്തിനായി ബജറ്റ് ആവശ്യമായിട്ടുള്ള തുക വിഭാവനം ചെയ്യുന്നുണ്ട്. മരുന്ന് വാങ്ങുന്നതിനായി 10 ലക്ഷം രൂപയാണ് ആയുർവേദ ആശുപത്രിയിലേക്ക് മാറ്റിവെക്കപ്പെട്ടിരിക്കുന്നത്. 12,50,000 രൂപ ഹോമിയോ ആശുപത്രിക്കും 2 ലക്ഷം രൂപ ഹോമിയോ ആശുപത്രിയിലേക്ക് 2 ലക്ഷം രൂപയും പൊതു ആരോഗ്യ പരിപാടികൾക്കായി 12,50,000 രൂപയും ആരോഗ്യ ഉപകേന്ദ്രങ്ങൾക്കായി 3,50,000 രൂപയും വകയിരുത്തിയിട്ടുണ്ട്. നമ്മുടെ ബഡ്ജറ്റിനെ പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് NRES മേഖല എന്ന് പറയുന്നത്, തൊഴിലുറപ്പ് മേഖല എന്ന് പറയുന്നത്. ഗ്രാമീണ ജനതയുടെ സാമ്പത്തികവും തൊഴിൽപരവുമായിട്ടുള്ള ഉന്നമനത്തിനായി ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ഏറ്റവും കൂടുതൽ സഹായമാകുന്ന ഒരു തൊഴിൽ മേഖലയാണ് NRES എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും 25-26 സാമ്പത്തിക വർഷം 7,27,31,100
420 രൂപ ചെലവഴിക്കുന്നതിന് ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൊതു ബഡ്ജറ്റിനോടൊപ്പം തന്നെ തുക ഈ NREസുമായി ബന്ധപ്പെട്ട് 15 വാർഡിലേക്കും ചെലവഴിക്കാൻ ആവശ്യമായിട്ടുള്ള തുക ഈ ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. തൊഴിലുറപ്പിന്റെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ ഉൾപ്പെടുത്തിയ റോഡ് ഉൾപ്പെടെയുള്ള പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള എല്ലാ വ്യക്തിഗത ആനുകൂല്യങ്ങളും ഏറ്റെടുക്കുന്നതിന് ആക്ഷൻ പ്ലാൻ അടക്കം തയ്യാറാക്കിയിട്ടുണ്ട്. പൊതു വിദ്യാഭ്യാസം, സ്പോർട്സ്, കലാ സംസ്കാരം. നല്ല നാളേക്ക് വേണ്ടി കരുത്തുറ്റ വിദ്യാസമ്പന്നനായിട്ടുള്ള ഒരു തലമുറയെ വാർത്തെടുക്കേണ്ടത് കാലത്തിന്റെ ആവശ്യകതയാണ്. വിദ്യാഭ്യാസത്തിനായി പ്രൈമറി വിദ്യാഭ്യാസത്തിനായി 4 ലക്ഷം രൂപയും SSI വിഹിതം നൽകുന്നതിനായി 5 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. വിദ്യാഭ്യാസ അനുബന്ധ പ്രവർത്തനങ്ങൾക്കായി 50,000 രൂപയും വായനശാലകൾക്കും സാക്ഷരതാ പ്രവർത്തനങ്ങൾക്കും ഓരോ ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. കേരളോത്സവം പോലുള്ള കായിക കലാമേളകൾക്ക് 1,50,000 രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ക്ലബ്ബുകൾക്ക് സ്പോർട്സ് കിറ്റ് വാങ്ങുന്നതിനായി 1 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ഗ്രാമീണ റോഡുകളും തെരുവിളക്കൽ, പൊതുകെട്ടിടങ്ങൾ. നമ്മുടെ ഒരു ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അവിടെ പൊതുവായിട്ടുള്ള വികസനം എന്ന് പറയുമ്പോൾ തെരുവ് വിളക്കുകളും ഗതാഗത സജ്ജമായിട്ടുള്ള റോഡുകളുമാണ്. അപ്പോൾ ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് വരുന്ന 4 വർഷക്കാലമായി സ്ട്രീറ്റ് മെയിനുകൾ വലിക്കുക എന്നുള്ള ഒരു ഏറ്റവും ബൃഹത്തായിട്ടുള്ള ഒരു പദ്ധതി, അതായത് പൊതുവിളക്കുകൾ സ്ഥാപിക്കാൻ ആവശ്യമായിട്ടുള്ള സ്ട്രീറ്റ് മെയിനുകൾ സ്ഥാപിക്കുക എന്നുള്ള സംരംഭം ഇപ്രാവശ്യം അതിനാവശ്യമായിട്ടുള്ള പദ്ധതിക്ക് ആവശ്യമായിട്ടുള്ള പൈസകൾ വകയിരുത്തിയിട്ടുണ്ട്. ഉൽപാദന സേവന മേഖലകൾക്ക് മുൻതൂക്കം നൽകിയിട്ടുള്ളതുപോലെ തന്നെ പഞ്ചായത്തിലെ മേഖലയ്ക്കും പരമാവധി തുക വകയിരുത്തുന്നതിന് ബഡ്ജറ്റ് വിഭാവനം ചെയ്യുന്നു. ഗ്രാമീണ റോഡുകളുടെ നവീകരണത്തിനായി 1,80,85,000 രൂപ വകയിരുത്തുന്നു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയും റോഡ് നവീകരണം ചെയ്യുന്നതിന് വകയിരുത്തിയിട്ടുണ്ട്. തെരുവ് വിളക്കുകളുടെ വൈദ്യുതീകരണത്തിനായി 12 ലക്ഷം രൂപയും പോസ്റ്റ് ഷിഫ്റ്റിങ്ങിനായി 1 ലക്ഷം രൂപയും നീക്കിവച്ചിരിക്കുന്നു. കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾക്ക് ആരോഗ്യകരമായ തൊഴിലിടം അത്യന്താപേക്ഷിതമാണ്. പഞ്ചായത്ത് ഓഫീസ് കെട്ടിട നിർമ്മാണത്തിനായി 90,78,000 രൂപ 2025-26 ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ പദ്ധതി വിഹിതത്തിൽ നിന്നുള്ള 1,20,00,000 രൂപയുടെ പദ്ധതി പൈസ മാറ്റിവെക്കുകയും അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു. എഗ്രിമെന്റ് ഇന്ന് പ്രസിഡന്റ് പറഞ്ഞ പോലെ ഇന്ന് ഉച്ചയോടുകൂടി ആ കോൺട്രാക്ടോട് എത്തിച്ചേരും. എഗ്രിമെന്റ് വെച്ചാൽ ഏറ്റവും അടുത്ത ദിവസം തന്നെ പഞ്ചായത്ത് കെട്ടിടം നിർമ്മാണോദ്ഘാടനം നടത്തുന്നതിന് ഈ പഞ്ചായത്തിന് സാധിക്കും. അത് ഈ ഭരണസമിതിയുടെ ഏറ്റവും വലിയൊരു മികവായി കണക്കാക്കേണ്ടതുള്ളൂ. ഇതാണ് നമ്മുടെ 25-26 ബഡ്ജറ്റിലെ ചുരുക്കിയുള്ള ഒരു സംഗ്രഹണം എന്ന് പറയുന്നത്. നമ്മുടെ മുൻ ബാക്കി നിൽക്കുന്നത് സമൂഹത്തിന്റെ എല്ലാ വിഭാഗങ്ങളെയും സ്പർശിച്ചുകൊണ്ടും പരമാവധി ക്ഷേമ വികസന പ്രവർത്തനങ്ങളുടെ നടപ്പാക്കുന്നതിന് ഉദ്ദേശിച്ചുള്ള 2025-26 വർഷത്തെ 29,18,829 രൂപ വരവും 28,93,90,513 രൂപ ചെലവും 24,29,316 രൂപ മിച്ചവുമുള്ള ഈ ബഡ്ജറ്റ് ഭരണസമിതിയുടെ വിശദമായ ചർച്ചകൾക്കും ബോധ്യപ്പെടലുകൾക്കും വിധേയമായി അംഗീകാര നടപടികൾക്കായി സമർപ്പിക്കുകയാണ്. തുടർന്ന് ബജറ്റ് അവതരണത്തിന് മേലുള്ള ചർച്ചയാണ്. ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഭരണസമിതി അംഗങ്ങളെ ഓരോരുത്തരെയും ഇതിലേക്ക് ക്ഷണിക്കുന്നു. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു.
ആർക്കും തന്നെ ചർച്ചയില്ലാത്തത് കൊണ്ട് ഈ ബജറ്റ് അംഗീകരിച്ചതായി കണക്കാക്കാം. തുടർന്ന് ബജറ്റിന് ആശംസകൾ അറിയിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ആസൂത്രണ സമിതി ചെയർമാൻ തന്നെ 2025-26 വർഷത്തെ സാമ്പത്തിക വർഷത്തെ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ ബഡ്ജറ്റ് ചർച്ചകൾ കൂടാതെ അംഗീകരിച്ചിരിക്കുന്നു. ഇനി ആശംസകൾ. ബഹുമാനപ്പെട്ട അധ്യക്ഷ ശ്രീമതി മിനി സുനിൽ, 2025-26 വർഷത്തേക്കുള്ള ബഡ്ജറ്റ് ഇവിടെ പ്രസന്റ് ചെയ്ത ബഹുമാന്യനായ ഭരണസമിതിയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ രാജു, പ്രിയപ്പെട്ട ജനപ്രതിനിധികൾ, ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ, സഹോദരി സഹോദരന്മാർ, രണ്ടായിരത്തി 25-26 സാമ്പത്തിക വർഷത്തിലേക്കുള്ള ബഡ്ജറ്റ് നിയമപരമായി ഇത് അവതരിപ്പിക്കുക എന്ന ബാധ്യത ഭരണസമിതിയുടെ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചുമതലയാണ്. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി വിശദമായ പരിശോധനകൾക്കും വളരെ ദീർഘവീക്ഷണത്തോടെയുള്ള ചിന്തകൾക്കും ഒക്കെ ആലോചിച്ചുകൊണ്ട് വല്ല ഭേദഗതികളും അതിനകത്ത് വേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ ഭരണസമിതി അക്കാര്യത്തിൽ അതും കൂടി ചേർത്താണ് ശ്രീ രാജു ഇതിവിടെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഈ ബഡ്ജറ്റിന്റെ സമീപനം എന്തായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് പേജ് 4 വളരെ വിശദമായിട്ടല്ലെങ്കിൽ പോലും 3ാമത്തെ പാരഗ്രാഫിൽ ബഡ്ജറ്റ് സമീപനത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. പേജ് 5 ഈ ബഡ്ജറ്റിലെ ഏറ്റവും മുന്തിയ പരിഗണന കൊടുക്കേണ്ട വിഷയങ്ങൾ അത് പ്രസിഡന്റും ഇവിടെ എടുത്തു പറഞ്ഞു. ഭവന നിർമ്മാണം, ആരോഗ്യം, വിദ്യാഭ്യാസം, കൃഷി തുടങ്ങിയുള്ള മേഖലകൾക്ക് മുൻഗണന നൽകണമെന്നുള്ളതാണ് ഈ ബഡ്ജറ്റിന്റെ സമീപനം. അതേ പേജിൽ തന്നെ ഇതിനൊക്കെ ആവശ്യമായ വിഭവം എവിടെ നിന്നെല്ലാം എങ്ങനെ എന്നതിനെക്കുറിച്ചും ഇത് കൺക്ലൂഡ് ചെയ്തുകൊണ്ട് അതിൻ്റെ ആ പേജിലെ അവസാനത്തെ പാരഗ്രാഫുകളിൽ അതും സൂചിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒന്നിൻ്റെയും വിശദാംശങ്ങളിലേക്ക് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം പ്രത്യേകിച്ച്
2009 സെൻ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള ഈ അധികാര വികേന്ദ്രീകരണം, ആ അധികാര വികേന്ദ്രീകരണം 1994 73 പഞ്ചായത്തുകൾക്കും 74 മുനിസിപ്പൽ ആക്ടും എന്ന നിലയിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഭേദഗതിക്ക് വിധേയമായി ഈ ആക്ട് പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമം നമ്മുടെ രാജ്യത്ത് നടപ്പാക്കിയിട്ടുണ്ട്. എൻ്റെ മുമ്പിലിരിക്കുന്ന ബഹുമാനീയരായ സുഹൃത്തുക്കൾ ചിന്തിക്കുന്നുണ്ടാവും, ഈ സിസ്റ്റം കണ്ട് നേരിട്ട് ബോധ്യപ്പെടാനും പഠിക്കാനും കേരളത്തിൽ നിന്ന് മാത്രമല്ല, കേരളത്തിന് വെളിയിൽ നിന്നും, രാജ്യത്തിന് വെളിയിൽ നിന്നും എത്രയോ ഡെലിഗേഷനുകൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലേക്ക് വരികയും എങ്ങനെയാണ് ഈ അധികാര വികേന്ദ്രീകരണം, 2 വികേന്ദ്രീകൃത തലത്തിലുള്ള ആസൂത്രണം എങ്ങനെ ഒരു നാടിന് ചേരുന്ന രീതിയിൽ, ആ നാട്ടിലെ ജനങ്ങൾക്ക് പ്രയോജനകരമായ രീതിയിൽ നിയമം വഴി നടപ്പാക്കാം എന്നത് പഠിക്കാൻ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. അതാണ് ഇതിന്റെ പ്രത്യേകത എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. 1960കളിലാണ് ഇന്നത്തെ പഞ്ചായത്ത് രാജല്ല, പഞ്ചായത്ത് ആക്ട് നിലവിൽ വരുന്നത്. അത് ഉത്തരവായി മാറുന്നത് 1962ലാണ്. 1962 കേരളത്തിൽ പാസാക്കിയ, നിയമം വഴി പാസാക്കിയ പഞ്ചായത്ത് രാജ് നിയമം, ആ നിയമത്തിനകത്ത് നിന്നുകൊണ്ടാണ് 1963 കേരളത്തിൽ, അന്ന് 922 പഞ്ചായത്തുകളേ ഉള്ളൂ, അങ്ങനെ തെരഞ്ഞെടുപ്പ് നടത്തി ആ വർഷത്തെ അവസാന മാസങ്ങളിൽ 1/1/1964 പുതിയ ഭരണസമിതികൾ ആദ്യമായി കേരളത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട അധികാരത്തിലേക്ക് വരും. ആ തെരഞ്ഞെടുക്കപ്പെട്ടു വന്ന 1/1/64 അധികാരത്തിൽ വന്ന ആ സമിതിയുടെ കാലാവധി എന്ന് പറയുന്നത് 16 വർഷമായിരുന്നു. 16 വർഷത്തിനുള്ളിൽ പിന്നെ ഒരിക്കലും തെരഞ്ഞെടുപ്പ് നടന്നില്ല. പിന്നെ തെരഞ്ഞെടുപ്പ് നടന്ന 1979ലാണ്. ഞാൻ ചരിത്രങ്ങളിലേക്കൊന്നും പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എന്നാലും അടിസ്ഥാനപരമായി പറയാൻ ആഗ്രഹിച്ച ഒരു പോയിന്റ് എന്ന് പറയുന്നത്, 79 തെരഞ്ഞെടുപ്പ് നടന്നു, അത് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് നടന്നു. 1995 തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇന്ത്യൻ ഭരണഘടനയുടെ പിൻബലത്തോടുകൂടി വന്ന പഞ്ചായത്ത് രാജ് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ആ പഞ്ചായത്ത് രാജ് നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, ആ പഞ്ചായത്തിലെ ആകെ ജനസംഖ്യയുടെ 50% വനിതകൾക്ക് വേണ്ടി സംവരണം ചെയ്തിരിക്കുകയാണ്. ചടയമംഗലത്താണെങ്കിൽ അത് 52 വരുമെന്ന് തോന്നുന്നു. 15ൽ 8 പേര് സ്ത്രീകളാണ്, അല്ലേ? അപ്പൊ 50 50 കൂടുതലുണ്ട്. അത് ആ നിയമത്തിന്റെ സെൻ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 1999 വന്ന ഭേദഗതികളുടെ അടിസ്ഥാനത്തിലാണ് ആ പഞ്ചായത്തിൽ, ഏതൊരു പഞ്ചായത്തിലും ജനസംഖ്യയുടെ 50% വനിതകൾക്ക് എന്ന നിലയിൽ, അത് റിസർവേഷനാണ്. നോക്കൂ, നമ്മുടെ ഈ ശ്രേണികളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു വന്നിട്ടുള്ള വനിതകൾ എത്ര പ്രാവീണ്യത്തോടു കൂടിയാണ് ഇന്ന് ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പ്രാപ്തി നേടിയിട്ടുള്ളത്. അവർ അതിന് ശരിയായ രീതിയിൽ ഇത് ഏറ്റെടുക്കുവാനും നിർവഹിക്കുവാനുള്ള കരുത്തും അറിവും ശേഷിയും ഒക്കെ കൈവന്നു എന്ന് പറയുന്നത്, ഇന്നവർ 33% വേണ്ടി വാദിക്കുന്നവരാണ്. അതിനോട് ഞാനും യോജിപ്പിക്കുന്നു, രാഷ്ട്രീയമായും അതിനോട് യോജിപ്പിക്കുന്നു, വ്യക്തിപരമായും യോജിക്കുന്നു. പക്ഷേ പഞ്ചായത്ത് രാജിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 50%. 33% അല്ല, 50%. അപ്പൊ അതുകൊണ്ട് ഞാൻ ചുരുക്കട്ടെ, ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് ഈ ബഡ്ജറ്റ് സമീപനത്തെ സംബന്ധിച്ചും ഇതിനാവശ്യമായ വിഭവം ഏതെല്ലാം രീതിയിൽ എന്നതിനെക്കുറിച്ചും, അങ്ങനെ ഈ വിഭവങ്ങൾ കൈവന്നാൽ എന്തെല്ലാം കാര്യങ്ങൾക്ക് മുൻഗണന നൽകണം എന്നതിനെക്കുറിച്ചും നമ്മൾ ബഡ്ജറ്റിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട്, ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. ശ്രീ രാജു അവതരിപ്പിച്ച ബഡ്ജറ്റിലെ 29 കോടി രൂപ അങ്ങനെ പ്രതീക്ഷിക്കുന്നത് ഇതെല്ലാം കൂടി ചേർന്നാണ്. ഏതാ?
നമുക്ക് കിട്ടുന്ന ഗ്രാന്റിന്റെ ഏടും നമ്മുടെ തനത് ഫണ്ടും മറ്റ് വിവിധ തരത്തിലുള്ള ഗ്രാന്റുകളും ഒക്കെ കൂടി ചേരുമ്പോഴാണ്, അല്ലെങ്കിൽ ബ്ലോക്ക് അതുപോലെയുള്ള മറ്റു സമിതികളിൽ നിന്നൊക്കെ കൂടി കിട്ടുന്ന ആകെ തുക എല്ലാം കൂടെ വരുമ്പോഴാണ് 29 കോടി രൂപ പ്രതീക്ഷിക്കുന്നത്. അതിൽ നിയമമാണത് 10% റിസർവ് ചെയ്യേണ്ടി വരും. 28 കോടി രൂപയാണ്. ആ 28 കോടി രൂപ നമ്മൾ ചെലവഴിക്കുന്നതിന് വേണ്ടി ഈ ബഡ്ജറ്റിൽ പ്രതീക്ഷിക്കുമ്പോൾ, ഇവിടെ പറഞ്ഞ ഭവന നിർമ്മാണത്തെ സംബന്ധിച്ച് ഞാൻ ദീർഘമായി പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഏറ്റവും ഒരു വലിയ പ്രശ്നമാണ്. എന്നിട്ടും നമുക്ക് ഒരു IAYയും ഇതും ഒക്കെ കൂടെ ലൈഫും ഒക്കെ കൂടെ എടുത്താലും 150 വീടല്ലേ ഇതുവരെ. അതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് കുറെ കൂടെ മുന്നോട്ട് പോകണം. ഈ സമിതിയുടെ 13ാം പഞ്ചവത്സര പദ്ധതിയുടെ അവസാനത്തെ, ഈ ഭരണസമിതിയുടെ 2020 തെരഞ്ഞെടുക്കപ്പെട്ട സമിതിയുടെ കാലാവധി ഈ 2025 നിയമപരമായി ഡിസംബറിൽ അവസാനിക്കുകയാണ്. അപ്പോ ഒക്ടോബറിലോ നവംബറിലോ പുതിയ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഈ സമിതിയുടെ ഏറ്റവും അവസാനത്തെ ബഡ്ജറ്റ് എന്ന നിലയിൽ വളരെ സുപ്രധാനമായ പല നിർദ്ദേശങ്ങളും ഇതിനകത്ത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇതിലുള്ള വിഭവങ്ങളെ സംബന്ധിച്ച് പ്രതീക്ഷിക്കുന്ന എവിടെ നിന്നാണ് എന്ന് ഇതിനകത്ത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾക്കായിരിക്കണം ഒരു മുൻഗണന, അത് വേണമല്ലോ, ഏതൊന്നിനും മുൻഗണന വേണം. അതിൽ ഏറ്റവും പ്രധാനമാണ് ഈ ഭവന പാർപ്പിടവുമായി ബന്ധപ്പെട്ട പ്രശ്നം. ആ പ്രശ്നം ഇന്ന് ഏറ്റെടുക്കുന്ന കാര്യത്തിൽ ഒരു പരിധിവരെ നമുക്ക് പലതും കണ്ടില്ല എന്ന് നടിച്ചല്ല, പക്ഷെ മുൻഗണന അതിനാണ്. ഒരു അടച്ചുറപ്പുള്ള വീട്ടിൽ വലിയ സൗകര്യങ്ങളൊന്നും ഇല്ല എങ്കിൽ പോലും മിനിമം സൗകര്യങ്ങളോടുകൂടി താമസിക്കുക എന്ന എന്റെയും നിങ്ങളുടെയും ആഗ്രഹം, അത് ഏതൊരാളിൻ്റെയും ആഗ്രഹമാണ്. അത് പൂവണിഞ്ഞു കിട്ടുക എന്നത് വളരെ ദുഷ്കരവുമാണ്. എന്നാൽ അവിടെയാണ് ഒരു പഞ്ചായത്ത് കടന്നു വന്നുകൊണ്ട് അവരെ ഒപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് നമുക്ക് സമയബന്ധിതമായി അത് നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളിൽ ഒരു പരിധിവരെ നമുക്ക് വിജയിക്കാനും മുന്നോട്ട് പോകാനും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ആരോഗ്യ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലൊക്കെ നമ്മൾ വളരെ മുന്നിൽ വന്നിട്ടുണ്ട്. ഇവിടുത്തെ പൊതുവായിട്ടുള്ള വികസനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ സ്പെഷ്യൽ യോഗത്തിലുള്ള ഈ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്ന കാര്യത്തിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന, സമിതിയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ ഈ പഞ്ചായത്തിന്റെ ആസ്ഥാനം അത് പുതുക്കി പണിയേണ്ടതാണ് എന്നത് എല്ലാവരുടെയും ഒരു ആവശ്യമായിരുന്നു. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനേന എൻ്റെ ഓർമ്മ ശ്രീ മേടയിൽ തങ്കപ്പിള്ള പ്രസിഡന്റായിരിക്കുന്ന സന്ദർഭത്തിലാണ് ഈ നിലവിലുണ്ടായിരുന്ന കെട്ടിടം അന്ന് നിർമ്മിച്ചിരുന്നു. ഒരുപാട് വർഷം കഴിഞ്ഞു, അത് ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. അങ്ങനെയാണ് അവിടെ പുതിയൊരു കെട്ടിടം വേണ്ടി വന്ന ചിന്ത വന്നത്. അപ്പോഴും ഈ നമ്മുടെ വിഭവത്തിന്റെ കാര്യത്തിൽ, സമ്പത്തിന്റെ ഫണ്ടിന്റെ കാര്യത്തിൽ വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. എന്തായിരുന്നാലും ശരി, വളരെ അരിച്ചു പെറുക്കി എടുക്കുമ്പോൾ നമുക്ക് ഈ വർഷത്തെ 23-24 കുറച്ചെന്തെങ്കിലും ഒന്ന് ഒഴിവാക്കിക്കൊണ്ട് എടുക്കാൻ കഴിയുന്ന തുക അല്ലേ, അങ്ങനെ കൂടി നോക്കിയാണ് ഈ പറയുന്ന 1,10,00,000 രൂപ. 1,10,00,000 രൂപയ്ക്ക് ഒരു കെട്ടിടം കെട്ടുന്നത് കൊണ്ട് ഇന്നത്തെ പഞ്ചായത്ത് രാജ് നിയമത്തിന്റെ പ്രത്യേകത ഞാൻ ആദ്യം സൂചിപ്പിച്ചു. നമുക്ക് വിട്ടുകിട്ടിയിട്ടുള്ള സ്ഥാപനങ്ങളെ തന്നെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരണമെങ്കിൽ എത്ര സ്ഥാപനങ്ങളാണ് നമുക്ക് വിട്ടുകിട്ടിയിരിക്കുന്നത്? അവയെല്ലാം കൂടി ഈ ഒരു കെട്ടിടത്തിന്റെ അകത്തേക്ക് ക്രമീകരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്ന ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് തൊട്ടപ്പുറത്ത് ഈ മിനി സിവിൽ സ്റ്റേഷൻ എന്ന സങ്കല്പം പൂർത്തിയാകുന്നതോടുകൂടി ഏതാണ്ട് ഈ പഞ്ചായത്തിൽ പലയിടങ്ങളിലായി കിടക്കുന്ന ഈ സർക്കാർ ഓഫീസുകളെല്ലാം കൂടി ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് കേന്ദ്രീകരിക്കുമ്പോൾ നമ്മളെപ്പോലെയുള്ള ആളുകൾക്ക് കിട്ടുന്ന സൗകര്യങ്ങൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊന്നും. എന്നാൽ പഞ്ചായത്തുമായിട്ട് എപ്പോഴും അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന എഞ്ചിനീയറിംഗ് വിങ് ഇവിടെ നിന്ന് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകാൻ പോകും. ICDSുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളുണ്ട്. നമ്മുടെ ഇവിടെ പറഞ്ഞ ഏതാണ്ട് 15 കോടിയിൽ പരം രൂപയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ദേശീയ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ
തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട്. പക്ഷെ അതിലൊരു പ്രശ്നം, നമുക്ക് വീണ്ടും അത് ആലോചിക്കാം. ഏറ്റെടുക്കുന്ന ഈ പ്രവർത്തനങ്ങളുടെ 60% അല്ലെങ്കിൽ ഫണ്ടിന്റെ 60% ഈ മനുഷ്യാധ്വാനം അല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. അതിൽ ഇവിടുത്തെ എഞ്ചിനീയറിംഗും ബന്ധപ്പെട്ടവരും കഷ്ടിച്ച് വന്നാൽ ഒരു 5 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റിനപ്പുറത്തേക്ക് ചിന്തിക്കുന്ന പ്രശ്നമേ ഇല്ല. 5 ലക്ഷം രൂപ വരെയുള്ള എസ്റ്റിമേറ്റിന്റെ എന്താണ് പിന്നെ ഈ അതിന്റെ എക്സിക്യൂഷനും അതിന്റെ ബില്ലെഴുത്തും ബാക്കി കാര്യങ്ങളും എല്ലാം ഈ ലെവലിൽ നിൽക്കുകയുള്ളൂ. അതിനപ്പുറത്തേക്ക് ചീഫ് എഞ്ചിനീയറുടെ മുമ്പിൽ വരെ പോകാവുന്ന തരത്തിലേക്ക് എടുക്കാൻ പറ്റും വർക്കുകൾ. അപ്പോ ബന്ധപ്പെട്ട പിന്നെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ലെവലിൽ, സൂപ്പറിണ്ടിംഗ് എഞ്ചിനീയർ ലെവലിൽ, ചീഫ് എഞ്ചിനീയർ ലെവലിൽ അവിടം വരെ എത്തണമെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി ഇത്ര മീറ്റർ എന്ന് ചെയ്ത് 5 ഉള്ളൂ അവിടെ വെച്ചങ്ങ് നിർത്തുക. 5 വെച്ച് നിർത്താൻ എങ്ങും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് വർക്കുകളുടെ ആവശ്യകതകൾ കൂടി നോക്കി 5 മതി എന്നുള്ളതിന് 5 അല്പം കൂടെ വേണം എന്നുണ്ടായാൽ 5-ൽ നിർത്തിയിട്ട് അടുത്ത വർഷം കിട്ടുന്നതിന് ബാക്കി. അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. അത് നമുക്ക് ആലോചിക്കാം. ആസൂത്രണ സമിതിയുമായിട്ടും അക്കാര്യത്തെക്കുറിച്ച് ആലോചിക്കാം. ആ നിലയിൽ നമുക്ക് ഈ അവസാന വർഷം, ഈ സമിതിയുടെ അവസാന വർഷം കുറെ കൂടി ഇതിൽ കാണിച്ചിരിക്കുന്ന പ്രതീക്ഷകൾ കവർ ചെയ്യാൻ കഴിയത്തക്ക തരത്തിലേക്ക് നമ്മുടെ എല്ലാം സമീപനവും നമ്മുടെ സഹകരണവും ഈ പഞ്ചായത്ത് കമ്മിറ്റിക്ക് എങ്ങനെയെല്ലാം ഉറപ്പുവരുത്താൻ കഴിയുമോ ആ രീതിയിൽ വാഗ്ദാനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് നമുക്ക് കഴിയട്ടെ എന്ന് മാത്രം ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ പ്രസംഗിക്കുന്നു. തുടർന്ന് ബഡ്ജറ്റിന് ആശംസകൾ അറിയിക്കുന്നതിന് വേണ്ടി CPIM-ന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും ഗ്രാമപഞ്ചായത്തിന്റെ മുൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായിട്ടുള്ള D. ജയകുമാർ അവരെ ക്ഷണിക്കുന്നു. ബഹുമാന്യായ നമ്മുടെ ഈ ബജറ്റ് യോഗത്തിന്റെ അധ്യക്ഷ, ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി മിനി സുനിൽ, 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ച ബഹുമാനായിട്ടുള്ള ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ A. രാജു, ബഹുമാന്യരായിട്ടുള്ള ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ഇംപ്ലിമെന്റിംഗ് ഓഫീസേഴ്സ്, ആസൂത്രണ സമിതി അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ, ഏറ്റവും പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ, മറ്റ് ബഹുമാന്യരെ സുഹൃത്തുക്കളെ, 2025-26 സാമ്പത്തിക വർഷത്തിൽ നമ്മുടെ പഞ്ചായത്തിൽ നടപ്പിലാക്കേണ്ട പദ്ധതികളുടെ ഒരു സംക്ഷിപ്ത രൂപമാണ് ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ബജറ്റിലൂടെ ഇവിടെ അവതരിപ്പിച്ചു. സ്വാഭാവികമായും 2025-26 സാമ്പത്തിക വർഷത്തിൽ ഏതേതെല്ലാം മേഖലകൾക്കാണ് പ്രത്യേകമായി ഊന്നൽ കൊടുക്കേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച്, അതിന് വകയിരുത്തിയിരിക്കുന്ന തുകയെ സംബന്ധിച്ച് ഈ ബജറ്റിൽ അടിവരയിട്ട് സൂചിപ്പിക്കും. നമ്മുടെ ഗവൺമെന്റിന്റെ കാഴ്ചപ്പാടിനനുസരിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട, നമുക്ക് ഏറ്റവും പ്രാധാന്യത്തോടു കൂടി കാണാൻ കഴിയേണ്ടത് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് മേഖലയിൽ ഏറ്റവും ബൃഹത്തായി നാം ഏറ്റെടുക്കേണ്ട പാർപ്പിട പദ്ധതിക്ക് ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് വലിയ ഊന്നൽ നൽകിയിരിക്കുകയാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷങ്ങളിലും അതിനു മുമ്പും നമുക്ക് ഏറ്റെടുക്കുവാൻ കഴിഞ്ഞിട്ടുള്ള ഒരു വലിയ പദ്ധതിയാണ്. അതുകൊണ്ട് തന്നെ വരും വർഷങ്ങളിൽ 2025-26 സാമ്പത്തിക വർഷത്തിൽ ഗ്രാമപഞ്ചായത്ത് വിവിധങ്ങളായിട്ടുള്ള ഏജൻസികൾ, PMAY അടക്കമുള്ള ലൈഫ് ഭവന പദ്ധതി അടക്കമുള്ള ഗ്രാമപഞ്ചായത്തിന് ഏറ്റെടുക്കാൻ കഴിയുന്ന ഭവന പദ്ധതി ഉൾപ്പെടെ ചേർത്തുകൊണ്ടാണ് ഈ ബഡ്ജറ്റിൽ തുക വകയിരുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ കുടിവെള്ളത്തിനും വൈദ്യുതിക്കും വലിയ കുടിവെള്ള പദ്ധതി നമുക്ക് ഈ വരും കാലങ്ങളിൽ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി ഏറ്റെടുക്കേണ്ടതാണ്. നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭവം. ജില്ലാ പഞ്ചായത്തും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തും നിരവധിയായിട്ടുള്ള ചെറുകിട കുടിവെള്ള പദ്ധതികൾ ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷങ്ങളിൽ ഏറ്റെടുക്കാൻ കഴിഞ്ഞു. എനിക്ക് തോന്നുന്നത് ബ്ലോക്ക് പഞ്ചായത്ത്
വരുന്ന സാമ്പത്തിക വർഷത്തിലും അവരുടെ കഴിഞ്ഞ ദിവസം ചേർന്ന ബജറ്റ് യോഗത്തിലും ഈ കുടിവെള്ള പദ്ധതികളെ സംബന്ധിച്ച് സൂചിപ്പിച്ചു. നമ്മുടെ പഞ്ചായത്തിലും അതിനനുസൃതമായ കുടിവെള്ള പദ്ധതികൾ വരികയാണ്. അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിനനുസരിച്ച് നമുക്ക് ഏറ്റെടുക്കാൻ കഴിയുന്ന ഏറ്റവും ബൃഹത്തായ മറ്റൊരു പദ്ധതിയാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. എത്രത്തോളം ആശാവഹമായി അതിനെ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നില്ല. പക്ഷേ വരും കാലങ്ങളിൽ കുറച്ചുകൂടി ആ രംഗത്ത് ഇടപെടൽ നടത്തുവാൻ നല്ല ഒരു തുകയാണ് ഈ ബഡ്ജറ്റിൽ മാറ്റിവെച്ചത്. ഞാനിത് സൂചിപ്പിക്കാൻ കാരണം പട്ടികജാതി ക്ഷേമത്തിന്റെ കാര്യത്തിലായാലും പട്ടികജാതി വികസനത്തിന്റെ കാര്യത്തിലായാലും പഴയ ഉണ്ടായിരുന്ന പല പദ്ധതികളും മാറ്റിക്കൊണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ സമൂലമായ മാറ്റം വരുത്തണം എന്ന അർത്ഥത്തിൽ തന്നെയാണ് ഇപ്പോ ഈ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ ബഡ്ജറ്റിന് രൂപം കൊടുക്കുന്നത്. തീർച്ചയായും അതിന് ഉതകുന്ന തരത്തിലേക്കുള്ള ചർച്ചകൾ നമ്മുടെ ഈ കഴിഞ്ഞ 2-3 മാസങ്ങൾ മുൻപ് ഗ്രാമപഞ്ചായത്തിന്റെ ഗ്രാമസഭാ യോഗങ്ങളിൽ, അതുപോലെ തന്നെ തുടർന്നു വന്നിട്ടുള്ള വർക്കിംഗ് ഗ്രൂപ്പ് യോഗങ്ങളിൽ, വികസന സെമിനാറിലടക്കം ഈ പഞ്ചായത്തിലെ ഏറ്റവും ശരിയായിട്ടുള്ള വികസന കാഴ്ചപ്പാടോടുകൂടി നിൽക്കുന്ന, പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന, തദ്ദേശ സ്വയംഭരണ രംഗത്ത് നിൽക്കുന്ന, ത്രിതല പഞ്ചായത്ത് രംഗത്ത് നിൽക്കുന്ന ആളുകളുടെ എല്ലാം ഒരു ഇടപെടലിന്റെ കൂടി ഫലമാണ് ഇത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും ഈ ബഡ്ജറ്റിനെ അങ്ങേയറ്റം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. തുടർന്ന് ആശംസകൾ അറിയിക്കുന്നതിന് വേണ്ടി BJPയുടെ പ്രതിനിധി ഹരികുമാർ അവരെ ക്ഷണിക്കുന്നു. ഈ ബഡ്ജറ്റ് യോഗത്തിന്റെ ആദരണീയായ അധ്യക്ഷ, ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റുകളായിട്ടുള്ള ശ്രീമതി വിനീത് സുനിൽ, ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ച ഗ്രാമപഞ്ചായത്തിന്റെ ഉപാധ്യക്ഷനായിട്ടുള്ള വാർഡ് മെമ്പർ ശ്രീ എ രാജു അവർ, ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഇത് തയ്യാറാക്കി ഇവിടെ എത്തിയിട്ടുള്ള വാർഡ് മെമ്പർമാർ, ഭരണസമിതി അംഗങ്ങൾ, മറ്റ് ത്രിതല പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ, വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ നേതാക്കന്മാർ, മാധ്യമ പ്രവർത്തകർ, എല്ലാവർക്കും സ്വാഗത നമസ്കാരം. 2025-26 ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ ബഡ്ജറ്റ് അവതരണത്തിനാണ് ഈ യോഗം ഇവിടെ കൂടിയിരിക്കുന്നത്. ഞാൻ താമസിച്ചാണ് വന്നത്. എനിക്ക് രജിസ്റ്റർ കിട്ടി, പക്ഷേ ഇതിൻ്റെ കാര്യങ്ങളൊന്നും വ്യക്തമായിട്ട് നോക്കുന്നതിനോ അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിയുന്നതിനോ സാധിച്ചിട്ടില്ല. കാരണം താമസിച്ചാണ് വന്നത്. താമസിച്ച് വന്നുകൊണ്ട് നേരത്തെ പോവുകയും വേണം. അപ്പം ഈ യോഗത്തിൽ പങ്കെടുക്കണം എന്നുള്ള ഒരാഗ്രഹം കൊണ്ട് ഒന്ന് കയറി പങ്കെടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചതാണ്. ഈ ബഡ്ജറ്റിന്റെ കൂടുതൽ വിശദാംശങ്ങൾ രാജു മുമ്പ് പറഞ്ഞതിന്റെ പകുതി കാൽഭാഗത്തോളം കേട്ടു. അത് ഏതായാലും ഈ രജിസ്റ്ററും കൂടി വായിച്ചിട്ട് ഇതിന്റെ ബാക്കി കാര്യങ്ങൾ മനസ്സിലാക്കാം എന്ന് വിചാരിക്കുകയാണ്. എന്തായാലും ഈ 2025-26 ഈ ബഡ്ജറ്റ് ജനക്ഷേമത്തിനും ജനങ്ങളുടെ ഉന്നമനത്തിനും വേണ്ടി ഉള്ളതായിരിക്കട്ടെ. അതിനുവേണ്ടുന്ന എല്ലാ ആശംസകളും ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, വന്ദേ മാതരം. തുടർന്ന് ആശംസകൾ അറിയിക്കുന്നതിന് വേണ്ടി കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണപിള്ള അവരെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷ, ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് 2025-26 സാമ്പത്തിക വർഷത്തേക്ക്
പ്രിയങ്കരനായ വൈസ് പ്രസിഡന്റ് ശ്രീ അജി, വേദിയിലുള്ള യുവക പഞ്ചായത്ത് മെമ്പർമാർ, യുവക പഞ്ചായത്ത് പ്രസിഡന്റ്, യുവ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് അടക്കം പ്രിയമുള്ളവരെ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെ പത്രമാധ്യമ ഇവിടെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഈ ഭരണസമിതിയുടെ അവസാന ഘട്ടത്തിലാണ് ഇത് പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്കെല്ലാം അറിയാം. തൊഴിലുറപ്പിൽ പൂർത്തിയാക്കാൻ സമയവും ലഭിക്കില്ല. കാരണം ഇപ്പോൾ മാർച്ച് 24-25 സാമ്പത്തിക സെക്ടർ ബഡ്ജറ്റിൽ പറഞ്ഞ പല കാര്യങ്ങളും പലർക്കും എന്തായിരുന്നാലും നമ്മുടെ പഞ്ചായത്തിന്റെ ലഭ്യമായ വിഭവം നമുക്കറിയാം. 2 വരുമാനം വളരെ പോകുന്നതിനെതിരെ ആ ലഭ്യമായ വിഭവങ്ങളെ പൂർണ്ണമായും പഞ്ചായത്തിന്റെ ആവശ്യകതയിൽ മുൻഗണനാ ക്രമത്തിൽ അത് തയ്യാറാക്കുവാൻ ആ അസംതൃപ്തി ബഡ്ജറ്റ് അവതരിപ്പിക്കുവാനും കഴിഞ്ഞു എന്നത് യാഥാർത്ഥ്യമാണ്. ഏതാണ്ട് 24 ലക്ഷത്തോളം രൂപ മിച്ചമുള്ള ഒരു ബഡ്ജറ്റാണ് ഇവിടെ അവതരിപ്പിച്ചത്. പാർക്കമായിരുന്നാലും വിദ്യാഭ്യാസമായിരുന്നാലും ആരോഗ്യമായിരുന്നാലും കുടിവെള്ളമായിരുന്നാലും പശ്ചാത്തല മേഖലകളായിരുന്നാലും അങ്ങനെ ഞങ്ങളെല്ലാം എടുത്തിട്ടുള്ളത് ഒരു മുൻഗണനാ ക്രമത്തിൽ ലഭ്യമായ ഫണ്ടുകളെ തരംതിരിച്ചുകൊണ്ട് ബഡ്ജറ്റാണ് തീർച്ചയായും സ്വാഗതമാണ്. മറ്റൊരാളുകൾ പറഞ്ഞാൽ സമഗ്രമായ വികസനത്തിന് ഉപകരിക്കുന്ന ഒരു ബഡ്ജറ്റാണ്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ രാജ്യത്തെയും നമ്മുടെ സംസ്ഥാനത്തെയും ഒക്കെ കാർന്നു വരുന്ന ഏറ്റവും വലിയ വിഷയമാണ് ലഹരി. ഇവിടെ ഒരുപാട് മാധ്യമങ്ങൾ അവരുടേതായ പ്രകടനം നടത്തുന്നു. ആദ്യമായിരുന്നു നമ്മുടെ പഞ്ചായത്ത്, നമ്മുടെ വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് ലഹരി മോചനത്തിന് ആവശ്യമായ ഒരു ഓറിയന്റേഷൻ പരിപാടി ഉൾപ്പെടുത്തി നന്നായിരിക്കും. നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങൾ പലപ്പോഴും ഇത്തരം കാര്യങ്ങൾക്ക് അടിമകളാകുന്നത് പലപ്പോഴും ഒരു വീട്ടിലെ സാഹചര്യം. അവർക്കെല്ലാവർക്കും ലാപ്ടോപ്പും ആ അർത്ഥത്തിലുള്ള കമ്പ്യൂട്ടറുകളും അതെല്ലാ സൗകര്യങ്ങളും ഒതുക്കി പ്രത്യേക റൂമിനകത്ത് നിർത്തി പഠിക്കുക എന്ന് പറഞ്ഞിരിക്കുമ്പോൾ അവരാണ് ലാപ്ടോപ്പിലും കമ്പ്യൂട്ടറിലും എന്തെല്ലാം പഠിക്കുന്നു, ഏതെല്ലാം കാണുന്നു, ഏതെല്ലാം നോക്കുന്നു ആവാതെ. അത് അത്തരം സൗകര്യങ്ങളൊക്കെ ഒഴിവാക്കി അതിന്റെ പൊതുവായ സമയം കമ്പ്യൂട്ടറും ലാപ്ടോപ്പും ഒക്കെ നോക്കാനുള്ള അവസരം കുട്ടികൾക്കുള്ളതും. നമ്മുടെ വിദ്യാലയങ്ങളിൽ പോകുന്ന കുഞ്ഞുങ്ങൾ ആ വിദ്യാലയത്തിൽ അടുത്ത് ആരുമായെല്ലാം സഹകരിക്കും, ഏത് വിഭാഗം ആളുമായി സഹകരിക്കും എന്നതിനെ കുറിച്ചെല്ലാം ഒരു മാർഗദർശനം നൽകുന്നു. അവരെ നേരായ വഴിക്ക് കൊണ്ടുപോകുവാനും വരുന്ന തലമുറയെ നല്ലൊരു തലമുറയാക്കി നമ്മുടെ നാടിന് ആവശ്യമുള്ള പ്രയോജനമുള്ള തലമുറയാക്കി മാറ്റാൻ കഴിയുന്ന ഒരു ഓറിയന്റേഷൻ കോഴ്സ് കൂടി കഴിയുമെങ്കിൽ പഞ്ചായത്ത് നന്നായിരിക്കും എന്ന് പറഞ്ഞു. ഈ ബഡ്ജറ്റിന്റെ സമർപ്പണ മുന്നോട്ട് കൊണ്ടുവരാൻ അവസാനിപ്പിക്കും. ബഹുമാനിയായിട്ടുള്ള ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ലതിക വിദ്യാധരൻ അവരുടെ ആശംസകൾ അറിയിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. ബഹുമാനിയായ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി മിനി സുനിൽ,
ബഡ്ജറ്റ് അവതരിപ്പിച്ച ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് രാജു, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ ഹരി വി നായർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീമതി സലീന, ഗ്രാമപഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻമാർ, ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ, മുൻ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണപിള്ള, പ്രിയപ്പെട്ട മുസ്തഫ സഖാവ്, അതുപോലെ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജയകുമാർ, പാർട്ടിയുടെ നേതാക്കന്മാരായിട്ടുള്ള ശ്രീ സന്തോഷ്, സ്കൂളിലെ HM-മാരായിട്ടുള്ള ശ്രീ മനോജ്, അതുപോലെ സുധീഷ് സാറ്, മാധ്യമ പ്രവർത്തകർ, ICDS-ന്റെ സൂപ്പർവൈസർമാർ, നമ്മളെ സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് വിനു പിള്ളയടക്കമുള്ള പ്രിയപ്പെട്ടവരെ, ബഹുമാന്യരെ, ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ വർഷത്തെ ബഡ്ജറ്റാണ് ഇവിടെ അവതരിപ്പിച്ചത്. എല്ലാ മേഖലയ്ക്കും നല്ല രീതിയിൽ പ്രാധാന്യം നൽകിക്കൊണ്ട് വളരെയധികം, അതായത് ഏറ്റവും സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകേണ്ട മേഖലകൾക്ക്, പ്രത്യേകിച്ചും പാർപ്പിടം, അതുപോലെ കുടിവെള്ളം, വൈദ്യുതി, പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിനാകെ ഊന്നൽ നൽകിക്കൊണ്ട് അംഗൻവാടിയിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പൂരക പോഷകാഹാരം, സമഗ്ര വികസനം തൊട്ടുള്ള എല്ലാ മേഖലകളെയും വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ബഡ്ജറ്റാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. കാർഷിക മേഖലയ്ക്കടക്കം ഊന്നൽ നൽകിക്കൊണ്ട് കഴിഞ്ഞ 5 വർഷം പൂർത്തിയാകാൻ പോകുന്ന ഈ സമയത്ത് ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ഈ കാലയളവിലൂടെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനിയും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ, നമ്മുടെ സ്റ്റേഡിയത്തിൻ്റെ പൂർത്തീകരണമായാലും, അതുപോലെ നിരവധി കെട്ടിടങ്ങളുടെ, ഇപ്പം തന്നെ നമ്മുടെ മിനി സിവിൽ സ്റ്റേഷന്റെ പ്രവർത്തനം അടക്കമുള്ള പ്രവർത്തനങ്ങൾ ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ ഇവിടെ ആരംഭിക്കുകയാണ്. മറ്റ് പല വിഷയങ്ങളിലും നന്നായി ഇടപെട്ടുകൊണ്ട് പോകുന്ന ഒരു ഭരണസമിതി തന്നെയാണ്. ഞാൻ ആ പുസ്തകം ഒന്ന് ഓടിച്ചിട്ട് നോക്കിയതേ ഉള്ളൂ. എല്ലാ മേഖലകളിലും, പ്രത്യേകിച്ച് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒരു ക്ഷീര കർഷക കൂടിയാണ്. ക്ഷീരമേഖലയ്ക്ക് നല്ല ശ്രദ്ധ കൊടുത്തുകൊണ്ട് ക്ഷീര കർഷകർക്ക് ആവശ്യമായ കാലിത്തീറ്റയായാലും, കന്നുകാലിക്ക് ആവശ്യമായിട്ടുള്ള ക്ഷീര കർഷകർക്ക് ഇൻഷുറൻസ്, അതുപോലെ തന്നെ സബ്സിഡി അടക്കമുള്ള കാര്യങ്ങൾ, അതുപോലെ വയോജനങ്ങളെ, ഇന്നിപ്പോൾ സമൂഹത്തിൽ എല്ലാവരും തിരസ്കരിക്കപ്പെടുന്ന വയോജനങ്ങളെ അടക്കം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവരെ ഒരു ആശ്വാസം എന്ന നിലയിൽ അവരവരുടെ സ്വന്തം കൂരകളിൽ അവർക്ക് അന്തി ഉറങ്ങുന്നതിന് വേണ്ടി അവർക്ക് കട്ടിലടക്കമുള്ള, അതുപോലെ തന്നെ വനിതകൾ ഗൃഹനാഥകളായിട്ടുള്ള വീടുകളിലെ പാവപ്പെട്ട സഹോദരിമാരെ സഹായിക്കുന്നതിന് വേണ്ടി പോത്തുംകുട്ടിയായാലും ആടിൻ്റെയൊക്കെ, ഇങ്ങനെ വിവിധ മേഖലകളിൽ എല്ലാ മേഖലകളെ തുല്യ പ്രാധാന്യം കൊടുത്തുണ്ട്. സ്കൂളുകൾ, 2 പ്രധാനപ്പെട്ട സ്കൂളുകളുടെ ഭൗതികമായിട്ടുള്ള മാറ്റങ്ങൾക്ക് വേണ്ടി സ്കൂളുകൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ തരത്തിൽ സർവസ്പർശിയായിട്ടുള്ള ഒരു ബഡ്ജറ്റാണ് ശ്രീമതി മിനി സുനിലിന്റെ നേതൃത്വത്തിൽ ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എല്ലാവരുടെയും അവസാനത്തെ ബഡ്ജറ്റുകളാണിത്. തുടർ പരിപാടി എന്ന നിലയിൽ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നടപ്പിലാക്കുവാൻ കഴിയും. ഈ ബഡ്ജറ്റിനെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ അധ്യക്ഷ എന്നതിൽ സ്വാഗതം ചെയ്യുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനിയുള്ള നാളുകളിൽ പദ്ധതി നിർവഹണത്തിൽ ജില്ലയിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഗ്രാമപഞ്ചായത്തായി പദ്ധതി പൂർത്തീകരിച്ചുകൊണ്ട് ഈ 2025-26 നമ്മൾ സമർപ്പിക്കപ്പെടുന്ന പദ്ധതികൾ കുറേയധികം സമയബന്ധിതമായി പൂർത്തീകരിക്കാനുള്ള ആത്മാർത്ഥമായ ഇടപെടൽ നമ്മുടെ പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെയും മുൻ പ്രസിഡന്റായിട്ടുള്ള JB ബിന്ദു അടക്കമുള്ള എല്ലാ ഭരണസമിതി അംഗങ്ങളുടെയും പ്രിയപ്പെട്ട സെക്രട്ടറിയുടെയൊക്കെ നേതൃത്വത്തിൽ എല്ലാ നിർവഹണ ഉദ്യോഗസ്ഥരും, ഇവിടെ തന്നെ കൃഷി ഓഫീസറുണ്ട്, ഡോക്ടർമാരെല്ലാം പങ്കെടുക്കുന്നുണ്ട്. എല്ലാവരുടെയും ആത്മാർത്ഥമായ ഒരു ഇടപെടലിന്റെ ഭാഗമായി ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് 5 വർഷത്തെ പ്രവർത്തനത്തിൽ നല്ല ഒരു അംഗീകാരം നേടിക്കൊണ്ട് വേണം പുതിയൊരു ഭരണസമിതിക്ക് ചാർജ് എടുക്കാൻ. ആ തരത്തിൽ നമ്മുടെ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സമയബന്ധിതമായി നടപ്പിലാക്കുന്നതിന് മുഴുവൻ ജീവനക്കാരുടെയും ആത്മാർത്ഥമായിട്ടുള്ള സഹായവും സഹകരണം. ഏതൊരു ഭരണസമിതിയുടെയും വിജയം എന്ന് പറയുന്നത് ഭരണസമിതിയും
അവർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്യുന്ന നമ്മുടെ നിർവഹണ ഉദ്യോഗസ്ഥരും ഭരണസമിതിയും ഒരുമിച്ച് നിന്നെങ്കിൽ മാത്രമേ നമുക്ക് ഭരണം അതിന്റെ അർത്ഥത്തിൽ വിജയിപ്പിക്കാൻ കഴിയൂ. അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ തന്നെയാണ്. അപ്പൊ ആ തരത്തിൽ അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്ന നല്ല ഇച്ഛാശക്തിയുള്ള ഒരു രാഷ്ട്രീയ നേതൃത്വം നമ്മുടെ ഭരണസമിതികൾക്കുണ്ട്. അതാണ് നമ്മളുടെ എല്ലാം വിജയത്തിന്റെ പിന്നിൽ. നന്നായി ഇടപെട്ട് നേതൃത്വം നൽകുന്ന, നല്ല ശക്തമായ നിലപാടുകൾ എടുക്കുന്ന, നല്ല രീതിയിൽ ജനകീയമായ പരിപാടികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നതിന് ആവശ്യമായ നേതൃത്വ പാഠവുമുള്ള ഒരു രാഷ്ട്രീയ നേതൃത്വം ഇതിന്റെ പിന്നിലുണ്ട്. ആ ഒരു ശക്തിയുടെ ഭാഗമായിട്ട് തന്നെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഈ വിജയവും. ആ വിജയത്തിൽ ഞാൻ കൂടി പങ്കാളിയായിക്കൊണ്ട് ഇവിടെ ഈ ബഡ്ജറ്റിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. അഭിവാദനം. തുടർന്ന് ബ്ലോക്ക് നമ്മുടെ ഡിവിഷൻ മെമ്പർ കൂടിയായിട്ടുള്ള എന്റെ സലീന അവർകളെ ക്ഷണിക്കുന്നു. ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ ബഡ്ജറ്റ് യോഗത്തിന്റെ ബഹുമാനിയായിട്ടുള്ള അധ്യക്ഷ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മിനി സുനിൽ, അതുപോലെ തന്നെ ബഡ്ജറ്റ് അവതരണം നടത്തിയ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ രാജു, ഗ്രാമപഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻമാർ, ചെയർപേഴ്സൺമാർ, വേദിയിലും സദസ്സിലുമുള്ള മുൻ ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടിയിലെ പ്രമുഖർ തുടങ്ങി പഞ്ചായത്തിലെ ഇംപ്ലിമെന്റിംഗ് ഓഫീസർമാർ, ഹെഡ്മാസ്റ്റർമാർ ഉൾപ്പെടെയുള്ള ഇംപ്ലിമെന്റിംഗ് ഓഫീസർമാർ, ജീവനക്കാർ, മറ്റ് ബഹുമാന്യരെ, 2025-26 ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ ബഡ്ജറ്റ് ഞാൻ നോക്കിക്കണ്ടത് വിവിധങ്ങളായിട്ടുള്ള സോഴ്സുകളിൽ നിന്ന് ഫണ്ട് പ്രതീക്ഷിത വകയിരുത്തൽ സമാഹരിച്ചുകൊണ്ട് നയപരമായും നിയമപരമായും വളരെ കോംപ്രിഹെൻസീവും എന്നാൽ പ്രത്യേക പ്രൊജക്ഷനുകളും ഉള്ള ഒരു ബഡ്ജറ്റായിട്ടാണ് എനിക്കിതിനെ കാണാൻ സാധിച്ചിട്ടുള്ളത് എന്നുള്ളത്. അപ്പൊ സമഗ്ര മേഖലകളെയും പ്രതിനിധീകരിക്കുമ്പോഴും പ്രത്യേക പ്രൊജക്ഷൻ, പ്രത്യേക ഊന്നൽ കൊടുക്കേണ്ട ഭാഗങ്ങളിൽ തീർച്ചയായിട്ടും അത്തരം ഊന്നൽ കൂടി കൊടുത്തുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റായിട്ടാണ് ഇതിനെ കാണുന്നത്. വരുന്ന ഒരു സാമ്പത്തിക വർഷത്തെ പദ്ധതി ആസൂത്രണ പ്രവർത്തനങ്ങള് ബഡ്ജറ്റിന് അനുസരിച്ച് നന്നായി മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് ഉപകരിക്കുന്ന തരത്തിൽ ഈ ബഡ്ജറ്റ് ഗ്രാമപഞ്ചായത്തിന് പ്രയോജനകരമാകും. ദീർഘമായ പ്രഭാഷണങ്ങൾ, ഓരോ ബഡ്ജറ്റിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും മുന്നേ സംസാരിച്ചവര് പറഞ്ഞതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. അതുകൊണ്ട് ഈ ഒരു നല്ല ബഡ്ജറ്റിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ച ഗ്രാമപഞ്ചായത്തിന്റെ ബഹുമാന്യനായ വൈസ് പ്രസിഡന്റിനും ബഡ്ജറ്റ് തയ്യാറാക്കിയിട്ടുള്ള ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾക്കും, ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്കും പ്രത്യേക അഭിവാദ്യം കൂടി അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിക്കും. ബജറ്റുമായി ബന്ധപ്പെട്ട എല്ലാ നടപടിക്രമങ്ങളും അവസാനിക്കുന്നു. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരും ഭക്ഷണം കഴിച്ചുകൊണ്ട് മാത്രമേ ഇവിടെ നിന്ന് പിരിയാവൂ. ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 സാമ്പത്തിക വർഷത്തിലെ ബഡ്ജറ്റ് അവതരണം ഇവിടെ പൂർണ്ണമാകുന്നു. ഈ തത്സമയവും ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.